ഇപ്പോൾ സമയം 3:45 4 മണിക്ക് പ്രാവള വിടുന്നുണ്ട്. ഓക്കെ, മിഞ്ഞാന്ന് 4 മണിക്ക് വിട്ട പ്രാവള ഒന്നും കൂടി ഇട്ടാക്കുകയാണ്. ഓക്കെ, ഓ ഇന്നു മുതൽ ഇനി ഓക്കെ പറയുന്നില്ല കേട്ടോ. എന്നാൽ ശരി. ഇതിലിപ്പോൾ സബ്ജേൻ്റെ മേടയിൽ സബ്ജ മിഞ്ഞാന്ന് വിട്ടിട്ട് ഇന്നലെ രാവിലെ വന്നത്. അപ്പോൾ പിന്നെ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ ഇന്നലെ പിന്നെ വിട്ടിട്ടില്ല. ഇന്നിപ്പോൾ മേടയിൽ കുറച്ച് ഫുഡ് ഉണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ 3:45. സബ്ജ പറത്തുമ്പോൾ ഇറങ്ങുമെന്നുള്ളത് അറിയില്ല, കാരണം അതിൻ്റെ മേടയിൽ കുറച്ച് ഗോതമ്പുണ്ട് തോന്നുന്നുണ്ട്. മിഞ്ഞാന്ന് വിട്ടപ്പോൾ രണ്ടും ഇറങ്ങാൻ വന്നതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടി ഇരുട്ടായിക്കോട്ടെ വെച്ചിട്ട് പ്രാവ് മുകളിൽ കയറിപ്പോയി. അല്ല 3:50 4 മണിക്ക് വിട്ടു കേട്ടോ പ്രാവനെ. സബ്ജേൻ്റെ മേടയിൽ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ പ്രാവളെ മിഞ്ഞാന്ന് പറത്തിയ പ്രാവളാണ്. ഒരു പ്രാവ് ബാറ്ററി ഡൗൺ ആയിട്ട് വന്നു. അപ്പൊ ഈ പ്രാവ് ഇന്നലെ രാവിലെ വന്നിട്ടുള്ളൂ. ഇപ്പൊ മേടയില് ഫുഡ് ഉണ്ട്. പ്രാവ് പറത്തുമ്പോ ഇരിക്കുക എന്നുള്ളത് അറിയില്ല. ഈ പ്രാവ് പറത്തണ ഇവിടെ എടുത്തിട്ടാ. ഇനി നമ്മൾ പ്രാവിനെ അറിയണം. ഒറ്റ മിനിറ്റ്. പറക്കുന്നുണ്ട്. അതില് സബ്ജേന്റെ മേടയില് ഫുഡുണ്ട്. മേടയിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ പ്രാവ് നമ്മൾ വിട്ട ഇറങ്ങണ്ടാണ്. ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നീ ഓക്കെ പറയില്ല കേട്ടോ. അപ്പൊ ഇത് എന്താണ്, ഇത് കഴിഞ്ഞ ഇന്നലെ മിഞ്ഞാന്ന് ഇത് പ്രാവളി ഇരുട്ടത്ത് ഇറങ്ങാൻ വന്നതാണ്. പക്ഷെ നമ്മള് പ്രാവിനെ കാണിച്ചു കൊടുക്കാതെ ചിറക് അടിച്ചു കൊടുക്കാതെ ആയപ്പോ വീണ്ടും മോളിക്ക് പോയതാണ്. ചാർജ് ഇല്ലല്ലോ ഇതില്. അല്ല അമ്മലെ, ഇതാണെന്ന് നമ്മളെ വീഡിയോ എടുത്ത നമ്മളെ ഏട്ടന്റെ കുട്ടിയാണ്. എന്റെ മുഖം ഒന്ന് കാണിച്ച. പ്രാവള് മോളിക്ക് പോവാണ്. ഈ വീഡിയോ നിങ്ങള് ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. ഇന്നത്തെ പറക്കല് പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു മെസ്സേജ് വന്ന്, കേജിൻ്റെ അടുത്തല്ലേ വലക്കൂട് വേണ്ടതെന്ന്. നമ്മളെ വീടിൻ്റെ അവിടെ വലക്കൂട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പാടത്ത് കൂടുന്ന് പറത്തണത്. അതല്ലെങ്കിൽ നമ്മളിവിടെ ഒരു കൂടുണ്ടാക്കും. അതിന് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൂടും പാടത്ത് ഈ വലക്കൂടായിട്ട് ചെയ്യണത്. നമുക്കങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. കൂടിൻ്റെ അടുത്ത് വലക്കൂട് അവിടുന്ന് പറത്തുക.
പ്രാവള് നല്ല ഹൈറ്റിൽ വർക്കാണ്. പ്രാവ് നല്ല അടിപൊളി പറക്കലാട്ടോ, സൂപ്പർ പറക്കലാണ്. വെള്ളൻ്റെ തൂവൽ കുറച്ച് കൊഴിയുന്നുണ്ട്, എന്നാലും പ്രാവ് പറക്കലാണ്, അടിപൊളി പറക്കലാണ്. ഇത് കാണലിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇല വെട്ടാണ്. നമ്മൾ ഇലയിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തോട്ടത്തിലുള്ള വാഴ ഇല വെട്ടാണ്. ഇതുപോലെ വെട്ടും. ഓക്കെ, ഇതുപോലെ വെട്ടിയിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിൽ ആകാശത്ത് പ്രാവ് പറക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അയ്യോ ഓക്കെ, ഇനി പറയില്ല കേട്ടോ. പറക്കുന്നു, മുകളിൽ പ്രാവ് പറക്കുന്നുണ്ട്. പ്രാവ് പറക്കുന്നുണ്ട്. അതാ ഇത് മനുവാണ്, നമ്മളെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ചെറിയൊരു മീറ്റിംഗ് വെച്ചാണ് ഞങ്ങളിവിടെ, സബ്സ്ക്രൈബേഴ്സിന്റെ ചെറിയൊരു മീറ്റിംഗ്. നമ്മളെ ചില്ലി മിസൈക്ക് ടെമ്പോയർ കുട്ടികൾ പാറ്റിയിട്ടുണ്ട്. കുറച്ച് കുട്ടികളെ ഞാൻ മാറ്റി വെച്ചു. 2 കുട്ടികൾ. ഇത് മാറ്റാം. ഇനിയിപ്പോൾ എലിഫൻ്റ് ഇയർ സെയിലിനുണ്ടോയെന്ന് വെച്ച് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കാനൊരു 2 മാസമാവും ഇവരെ വിൽക്കാനാവും കേട്ടോ. ഇപ്പം തന്നെ അത് സെയിൽ ചെയ്യാനായിട്ടില്ല. എന്തായാലും 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ വിൽക്കാനാവും. റോള് നല്ല ഹൈറ്റ് പറക്കുന്നുണ്ട്. ഈ ഫോണിൽ ചാർജ് ഇല്ല. ഓക്കെ ഓക്കെ പറയില്ല കേട്ടോ. നമ്മൾ ചാർജ് കയറ്റാട്ടോ. പ്രാവ് ഇറക്കുന്നുണ്ട്. പ്രാവ് പറക്കുന്നുണ്ട്. പ്രാവ് പറക്കുന്നുണ്ട്. 4 മണിക്ക് വിട്ടതാണ്. ഇരുട്ടാവണ വരെ പറത്തണം. സബ്ജപ്രാവിനെ നല്ല ദാഹിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാര പ്രാവുകൾ താഴെ വന്നപ്പോൾ ഇറക്കിയതാണ്. സബ്ജീൻ്റെ മേടയിൽ ഫുഡ് ഉണ്ടായിരുന്നു. സബ്ജിയാണ് ആദ്യം ഇറങ്ങാൻ നിന്നത്. അപ്പം നമ്മൾ 6 മണിക്ക് ഇറക്കിയതാണ് പ്രാവിനെ അടിച്ച് കാണിച്ചു കൊടുത്തിട്ട്.